നമ്മൾ തമ്മിലുള്ളൊരു ഹലോ ഹലോ ബൈ ബൈ. ഒരുപാട് ഇഷ്ടമാണ്. നിനക്കവനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലയോടി? അവിടെ ഒരു പ്രേമക്കൂത്ത്. എനിക്ക് വട്ട് പിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദഗോപാലിന്റെ കൂടെ പോയി പൊറുക്കാൻ. ദൈവം സത്യമുള്ളവനാ. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ തിരുതുപ്പിൽ തന്നെ നടത്തിച്ചത്. എന്റെ ഈശോയെ, നന്ദസാന്റെ കയ്യിൽ നിന്ന് താഴെ വീണൊരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യ. നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഇതെന്താ പതിവില്ലാതെ? നീ പറഞ്ഞത് ശരിയാ. ഇനി മുതൽ പഠിപ്പിക്കാനുള്ള ബുക്ക് ഞാൻ തന്നെ കൊണ്ടുപോവാ. വെറുതെ വല്ലവന്റെ ഒക്കെ ബുക്ക് എടുത്ത് ഇതിപ്പോ ആരുടെയും കൺസിഡറേഷൻ വേണ്ടല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ പിന്നെ കാസറ്റിന്റെ പ്രശ്നം ചോർന്നതിനെ കുറിച്ച് എനിക്കൊരാളെ സംശയമുണ്ട്. ഓ, നീ ഇത് ഇനിയും മറന്നില്ലേ? മറക്കാനോ? ചങ്കിലൊന്ന് കൊണ്ടാ ഇന്ദിരാതങ്ങനെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അറിയാലോ. കല്യാണി ആയിരിക്കും സംശയം. അതൊക്കെ പറയാം, തെളിവ് കിട്ടട്ടെ. അതൊക്കെ വിട്ട് കളാ എന്റെ എന്തൂട്ടി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വേറെന്തും ഞാൻ സഹിക്കും. എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന പ്രശ്നമില്ല. അതിന് ഇന്ദിര രണ്ടാമത് ജനിക്കണം. സമയായി, പോണ്ടേ? വാ കേറ്. ഒട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രയുടെ ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ടാണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ യാസ്വാമി. എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായ ഒരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിയേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞു? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നല്ലേ. വേലിരുന്ന് പാമ്പിനെ പിടിച്ചു. കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണോന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ. ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ? പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കുട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞാ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ
സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്. ആർക്കിട്ടും പാര വെക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്, ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. ആ. അതിനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ. കർത്താവല്ല ഭർത്താവ്. എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ഈ പേടിയാണ് നിങ്ങളെ ഈ അവസ്ഥ കൊണ്ടെത്തിച്ചത്. നന്ദു സാർ കുളിച്ചു കഴിഞ്ഞോ? ഞാൻ കുളിക്കണമെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ വല്ല കെണിയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ സെക്കൻഡ് വൈഫ് ഉണ്ട്. എന്താ കൊടിച്ച് കൊന്നണേ ഞാൻ. ഹലോ, നന്ദു സാറാണോ? അതെ, ആരാ? സാർ, ഞാൻ ഗംഗയാ. ഗംഗ, എനിക്ക് നേരിട്ടൊന്ന് കാണണം. കുറേ സംസാരിക്കാനുണ്ട്. കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലറിൽ ഞാൻ കാത്തിരിക്കും. സാർ വരണം. പിന്നെ ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട്. പ്ലീസ് സർ, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ആവശ്യപ്പെടില്ല. ഐ ബെഗ് യു സർ, പ്ലീസ് സർ. ആരാ? അങ്കിളാ. എന്താ? ഒന്നുമില്ല, അവിടെ വരെ ഒന്ന് ചെല്ലാമൊന്ന്. എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. പിന്നെ എന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നേ, അതിന് മരുന്ന് തരാന്ന്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഹലോ, മിസ്റ്റർ നന്ദഗോപാലിന്റെ വീടല്ലേ? അതെ. നന്ദഗോപാൽ ഉണ്ടോ? ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ. എങ്ങോട്ടാ പോയതെന്നറിയാവോ? അങ്കിളിനെ കാണാൻ പോയതാ. മിസ്സിസ് നന്ദഗോപാൽ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഭർത്താവ് പോയത് അങ്കിളിനെ കാണാനല്ല, ഗംഗ എന്ന കാമുകിയെ കാണാനാണ്. അയ്യോ, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വാസമില്ലെങ്കിൽ കോളേജിന്റെ കിഴക്കുവശത്തുള്ള ഐസ്ക്രീം പാർലറിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ ആരാ? നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഹലോ, ഹലോ. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിൾ, ഇന്ദു ആണ്. അങ്കിൾ കുറച്ചു മുമ്പ് നന്ദേട്ടന് ഫോൺ ചെയ്തിരുന്നോ? ഞാനോ? ഇല്ലല്ലോ. എന്താ? ഹലോ ഹലോ ഹലോ. നന്ദു സാറേ, സാറെന്താ ഇവിടെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ഐസ്ക്രീം വാങ്ങി കൊടുത്ത് എന്റെ കുഞ്ഞിനെ നീ പാട്ടിലാക്കി അല്ലടാ തെണ്ടി. മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല അല്ലേ? മൂത്രം ഒഴിക്കാനിരുന്നതല്ല, എന്റെ ഒരു സാധനം കളഞ്ഞു പോയി. എന്ത് സാധനം? മനസമാധാനം. ഇത് ശരിയാണോ ഗംഗ? ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാ തെറ്റാണ്. രണ്ടുപേരും സംസാരിച്ച് ഫോൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ചളവാക്കോ?
സ്റ്റുഡന്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ പെരുമാറിയത്. അത് തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ആം ഐ റൈറ്റ്? ഇല്ല, തെറ്റ് ചെയ്തത് ഞാനാ. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഗംഗ, ലുക്ക്. ഏയ് ഗംഗ, എന്താ ഇത്? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ഗംഗ കരയരുത് പ്ലീസ്. അയ്യോ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ. കർത്താവ്, എടി മൊട്ടക്കാരെ കുട്ടപ്പന്റെ മോളെ, എടി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടി വാതില്, വാതില് തുറക്കടി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കരുത്തെ കുരിശ് കെട്ടിയോ. തുറക്കടി, എടി തുറക്കേ. ഏത് ഒടയത്തമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. ഇവിടെ മനുഷ്യർക്ക് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കിടന്ന് അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിട്ടേ നിന്റെ കള്ളം കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തരങ്ങൾ ഇന്നത്തെ കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ. ആഹാ.